ഈ അടുത്ത ഘട്ടം സ്ഥാനാർത്ഥി നിർണയമാണല്ലോ സ്വാഭാവികമായിട്ട്. താങ്കൾ ദീർഘകാലമായി ജനറൽ സെക്രട്ടറിയാണ്. ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പോകണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? ജനറൽ സെക്രട്ടറിയായി തുറന്നുകൊണ്ട് മത്സരിക്കാമല്ലോ. അത് കഴിയില്ല. ഇല്ല, മത്സരിക്കുന്നുണ്ടെങ്കിൽ ജനറൽ സെക്രട്ടറി നിന്ന് മാറിയിരിക്കേണ്ടി വരും. മത്സരിക്കാൻ സന്നദ്ധനായി നിൽക്കുകയാണ് ശരിക്കും. അല്ല, അതൊക്കെ പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ചല്ലേ പോകാൻ പറ്റൂ. അതെ, പാർട്ടി മത്സരിക്കാൻ പറയുന്നു, സ്വാഭാവികമായിട്ടും മത്സരരംഗത്തുണ്ടാവും. പാർട്ടി പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ താങ്കൾ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ മുമ്പ് INL MLA ആയിരുന്നു, പിന്നീട് എനിക്ക് തോന്നുന്നു മത്സരിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണൊരു അവസരം ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയൊന്നുമില്ല, അവസരങ്ങൾ ഇനിയും വരും. അല്ലെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിക്കൽ മാത്രമാണ് പൊളിറ്റിക്സിൽ ഒരു അവസരം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനും നല്ലൊരു സ്ഥാനത്താണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും. പക്ഷേ മത്സരിക്കുകയാണെങ്കിൽ ഇത് വലിയ ഉത്തരവാദിത്വമാണല്ലോ, അത് മാറി നിൽക്കേണ്ടി വരും. തീർച്ചയായിട്ടും കഴിയില്ല. ഏതായാലും പാർട്ടി എന്താ പറയുന്നത് അതിനനുസരിച്ചാണ് വ്യക്തിപരമായി എൻ്റെ തീരുമാനം വരിക. അധികം സമയമില്ല, അതുകൊണ്ട് അതെ ഏകദേശം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടാവും. ഇല്ല, അത് പാർട്ടി പറയണം. അപ്പോൾ സീറ്റ് വിഭജനമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമേ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പാർട്ടി കടക്കും.